വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ഞാൻ അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ്. അദ്ദേഹം കോൺഗ്രസ് നേതാവാണ്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഒരു പൊതുവിലൊരു കാര്യം പറയാൻ തയ്യാറാവുന്നു. അതായത് ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു, അതിനെപ്പോലും ഒരു ആശങ്കയില്ല. ഇത്രയും നിർണായകമായ ജീവൻ മരണ പോരാട്ടത്തിൽ പാർട്ടി കാണുന്ന അത് ഇവര് ചോദിച്ച അതേ ചോദ്യം സനകൻ കൗശലം ഉപയോഗിച്ച് വേറൊരു ചോദ്യം ചോദിച്ചിട്ട് എന്തെങ്കിലും മറുപടി വിചാരിക്കുക. ഒക്കെ ശരി, അതൊന്നും ഇതിനൊന്നും ബാധിക്കില്ല. ഞങ്ങൾക്കൊരു പ്രൊപ്പഗാൻഡ ഇതുണ്ട്, ഈ ക്യാമ്പയിൻ ഉണ്ട്. ഞങ്ങൾ എടുത്ത നിലപാട് നിങ്ങൾ നോക്ക്. നാളെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തും, ഞങ്ങൾ അതിനകത്ത് പങ്കെടുക്കുകയാണ്. മറ്റത് എന്താ പറയുന്നത്, കേരളത്തെ ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തിയപ്പോൾ കേരളത്തെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്നാണ് അന്നത്തെ പ്രതിപക്ഷം. ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കേരളത്തെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു, കേരളം വിൽക്കാൻ വെച്ചിരിക്കുന്നു. ചന്ദ്രശേഖരൻ സ്റ്റേഡിയം വിൽക്കാൻ പോവാണ്. എന്തൊക്കെയാണ് അന്ന് പറഞ്ഞത്? ഞങ്ങളതാണ് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് കേരളത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാകണം. അത് ഗവൺമെന്റിന്റെ മാത്രം ആഗ്രഹമല്ല, കേരളത്തിന്റെ ആഗ്രഹമാണ്. കേരളത്തിൽ വ്യവസായങ്ങൾ വരണം, സംരംഭങ്ങൾ ഉണ്ടാകണം, കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകണം, അവരിങ്ങനെ പുറത്തേക്ക് പോകരുത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകണം. ഞങ്ങൾ എന്ത് പോസിറ്റീവാണ്, ഞങ്ങൾ എന്ത് പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചാണ്. ഞങ്ങൾ ആ യോഗത്തിൽ പങ്കെടുക്കുകയല്ലേ, ഞങ്ങൾക്കും ബഹിഷ്കരിക്കാൻ പാടില്ല. ഞങ്ങൾ ബഹിഷ്കരിച്ചത് എന്താ, നവകേരള സദസ്സ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്നൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ. ആ പൊളിറ്റിക്കൽ ക്യാമ്പയിന്റെ കൂടെ ഞങ്ങൾ പോകേണ്ട ആവശ്യമുണ്ടോ? അത് മാത്രമേ ഞങ്ങൾ, അത് LDF ഒറ്റയ്ക്ക് നടത്തിക്കൊള്ളാൻ പറഞ്ഞത് LDFന്റെ ക്യാമ്പയിനാണ്. ഞങ്ങളുടെ വിചാരണ സദസ്സ് വേറെ ഞങ്ങൾ നടത്തി. കേരളത്തിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടി ഗവൺമെന്റ് നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും ഞങ്ങൾ പിന്തുണയ്ക്കും. ഞങ്ങൾ പോസിറ്റീവാണ്. ഇവരാ അല്ല, അത് ഞങ്ങൾ ഈ LDFുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു സമരത്തിന് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് സമരം ചെയ്യാൻ ശേഷിയുണ്ട്. എന്തിനാ ഒരുമിച്ച് ചെയ്യണത്? ഞങ്ങൾ നിയമസഭയിൽ ഞാൻ തന്നെയാണ് ആ വിഷയം അവതരിപ്പിച്ചത്. സർക്കാർ ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല കടൽ മണൽ ഖനനത്തെക്കുറിച്ച്. അതിന്റെ ഗുരുതരമായ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ തന്നെയാണ് നിയമസഭയിൽ ആ വിഷയം അവതരിപ്പിച്ചത്. അപ്പൊ സർക്കാർ മറുപടി, കേന്ദ്ര ഗവൺമെന്റാണ് തീരുമാനം എടുക്കേണ്ടത്. സെൻട്രൽ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവരാതെ സംസ്ഥാന ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സബ്മിഷൻ കൊണ്ടുവന്നത്. അത് ഞങ്ങൾക്ക് കുറച്ച് നിലപാട്. ഞങ്ങൾ അതിനെതിരായിട്ടുള്ള സമരം ആരംഭിച്ചു കഴിഞ്ഞു. ഞങ്ങൾ തീരദേശ യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്. രാപ്പകൽ സമരം KPCCയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്, പദയാത്രകൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ കടൽ മണൽ ഖനനത്തിനെതിരായിട്ടുള്ള സമരം UDFും NK പ്രേമേന്ദ്രൻ നയിക്കുന്ന കാൽനട യാത്രയുണ്ട്. ഇതെല്ലാം UDFന്റെ ഘടകകക്ഷികളും UDFും എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ട് പരിപാടികൾ. അത് നീക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഇന്നിപ്പോ നടക്കാൻ ഞാനും പങ്കെടുക്കും. ഞാനാണ് മുഖ്യമന്ത്രിയോട് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത്, കത്തെഴുതി ആവശ്യപ്പെട്ടത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലും UGC റെഗുലേഷനെതിരായിട്ട് നിയമസഭ പ്രമേയം പാസ്സാക്കി അയക്കും. പ്രതിപക്ഷ നേതാവെന്നല്ല ഞാനാണ്. അതിനാണ് അത് കഴിഞ്ഞിട്ട് നിയമസഭ കൂടിയപ്പോൾ പ്രമേയം പാസ്സാക്കി അയച്ചു. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോം ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് UGC റെഗുലേഷൻ എതിരെയാണ്. അത് എതിരെന്നുള്ളത് ഗവർണർ പറയുന്ന എന്തിനാ മാറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാ മാറ്റിയത്? എന്നാ പിന്നെ അനുകൂലം എന്നാ പിന്നെ എനിക്ക് പോവായിരിക്കും. ഞാൻ ആ മീറ്റിംഗ് പങ്കെടുക്കായിരിക്കും. UGCക്ക് റെഗുലേഷൻ അനുകൂലമാണ് ഇന്ന് പരിപാടി നടക്കുന്നത്. എന്തിനാണ് എതിരെന്നുള്ള മാറ്റുന്നത്? എന്തിനാണ് ഇവരൊക്കെ വാളെടുക്കുമ്പോഴൊക്കെ പേടിക്കുന്നത്, ഭയപ്പെടുന്നതിന്? ഇവരൊക്കെ വാളെടുക്കുമ്പോഴേക്കും അതൊന്നും ചെയ്യാം. ഒരു ഗവൺമെന്റ് തീരുമാനിച്ചാൽ നമ്മൾ കൺകറന്റ് ലിസ്റ്റിലുള്ള സബ്ജക്റ്റാണ് വിദ്യാഭ്യാസം. നമ്മുടെ കൂടി അവകാശങ്ങൾ കവർന്നെടുത്തുകൊണ്ടുള്ള UGCയുടെ ഡ്രാഫ്റ്റ് റെഗുലേഷനാണ് വന്നിരിക്കുന്നത്. അതിനെതിരെയാണ് നമ്മൾ സൗത്ത് ഇന്ത്യൻ ഞങ്ങളുടെയൊക്കെ മന്ത്രിമാർ വരുന്നുണ്ട്, തെലങ്കാനയിൽ നിന്നും കർണാടകത്തിൽ. അവർ പങ്കെടുക്കുന്നതിന് എതിരെയാണ്. അതിന് അനുകൂലമായിട്ടാണ് ഗവർണർ പറയുന്നത്. അതിന് അനുകൂലമാക്കണം പറഞ്ഞ മുഖ്യമന്ത്രി അത് അനുകൂലം എന്ന് എഴുതുമോ? അത് അങ്ങനെ മാറ്റിയത് വളരെ മോശമായിരുന്നു, ചെയ്യാൻ പാടില്ലായിരുന്നു. മുഖ്യമന്ത്രി ഇന്നലെ SFI നടത്തുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി നേരത്തെ ഈ നവകേരള സദസ്സിനോടനുബന്ധിച്ച് പോലീസും അദ്ദേഹത്തിന്റെ ഗൺമാന്മാരും ഗുണ്ടകളും ക്രിമിനലുകളും DYFIക്കാരും SFIക്കാരും ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ചപ്പോൾ അവർ നടത്തുന്നത് രക്ഷാപ്രവർത്തനമാണ് എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചു. അതിനെതിരായിട്ട് കേസുണ്ട് കോടതിയിൽ. അതേ നടപടിയാണ് ഈ
റിപ്പോർട്ട് ചെയ്യുന്ന റാഗിംഗ് കേസുകളിലെല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന SFIക്കാരാണ്. എല്ലാ അക്രമ സംഭവങ്ങൾക്കും ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഭിന്നശേഷിക്കാരനായ ഒരു പയ്യനെ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ താഴെ ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചത് അത് ചെയ്തത് SFI അല്ലേ. സംസ്ഥാന വ്യാപകമായി ക്യാമ്പസുകളിലെ വയലൻസ് മുഴുവൻ നേതൃത്വം കൊടുക്കുന്ന SFI ആണ്. SFI നടത്തുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വന്തം അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് അവർക്ക് കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ് അവരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഈ സംസാരം. മുഖ്യമന്ത്രി എന്നുള്ളതിൽ പാർട്ടി നേതാവ് എന്നുള്ളതിൽ അദ്ദേഹത്തിന് കൊടുക്കാം. പക്ഷേ ആ SFI സംസ്ഥാന സെക്രട്ടറി പോലെ ക്രിമിനൽ കേസുകൾ, അതായത് സമരം ചെയ്ത കേസല്ല, ക്രിമിനൽ കേസുകളിൽ എത്ര കേസുകളിൽ പ്രതിയാണെന്നാണ്. സമരം ചെയ്താൽ ക്രിമിനൽ കേസാണ്. സമരം ചെയ്ത നമുക്ക് എല്ലാവർക്കും എതിരായിട്ട് ഉണ്ടാകുന്ന സമരം ചെയ്തു. അതല്ല, അല്ലാത്ത ക്രിമിനൽ കേസുകൾ പ്രതികളാണ് അവരിൽ എല്ലാവരും, ഭൂരിപക്ഷം ആളുകൾ, ഇവിടെ നടക്കുന്ന മുഴുവൻ പേര്, എല്ലാ കേസുകളും. എന്നിട്ട് ആ ക്രിമിനലുകളെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു പുതിയ വ്യാഖ്യാനമാണ് ഇന്നലെ SFI സമ്മേളനത്തിൽ ഈ ക്രിമിനലുകൾക്ക് സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി നടത്തി. ഞാൻ എന്താ ഇതിനെ കുറിച്ചൊക്കെ പറയുന്നത്? അതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ നിയമസഭാ സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. നിയമസഭയിൽ ഞങ്ങൾ ചോദിക്കാറുണ്ട്, എന്താണ് ഈ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി, എന്താണ് ഈ ഗവൺമെന്റിന്റെ മുൻഗണന? ഈ ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൽ പാവങ്ങളായ ആളുകളെ സഹായിക്കാനുള്ള തീരുമാനമാണോ എടുക്കുന്നത്? പാവങ്ങൾ പുറത്ത് സമരം ചെയ്യാൻ സങ്കടപ്പെടുകയാണ്, കഷ്ടപ്പെടുകയാണ്, അപമാനിക്കപ്പെടുകയാണ്. എന്നിട്ട് അവരുടെ സമരത്തിനെതിരായി അവര് 12 മണിക്കൂർ 14 മണിക്കൂർ ജോലി ചെയ്യുന്നവർ 7,000 രൂപ ഓണറേറിയ അതെങ്കിലും കുടിശ്ശിക മാറ്റി തരണം എന്ന് പറഞ്ഞ് സമരം ചെയ്യുമ്പോൾ അവരെ പരിഹസിക്കുന്ന ഈ മന്ത്രിമാരെല്ലാവരും കൂടി ക്യാബിനറ്റിലെടുത്ത തീരുമാനമാണ് ഈ PSC മെമ്പർമാരുടെ ഈ ലക്ഷങ്ങളുടെ ശമ്പളം. ജനങ്ങൾ കാണുന്നുണ്ട്. അത്രമാത്രമേ ഞാൻ പറയുന്നത്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.